ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ ഈ മൂന്നാം കക്ഷിയുടെ അല്ലെങ്കിൽ മൂന്നാം മുന്നണിയുടെ പ്രസക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ NDA മുന്നണിക്ക് പോൾ ചെയ്യുന്ന അത്രയും വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലോ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലോ പോൾ ചെയ്യാറില്ല. 30 ലക്ഷം വോട്ട് 2019 പോൾ ചെയ്ത ഘട്ടത്തിൽ BJP വലിയ മുന്നേറ്റം നേടുകയാണെന്ന് തോന്നുന്നെങ്കിൽ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 ലക്ഷം വോട്ട് കുറയാണ്. ഇത് 2021 25 ലക്ഷത്തിലേക്ക് താണു. BJPയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ തെക്കൻ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചില മണ്ഡലങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റാണ് ശ്രീ അഭിലാഷ്. അവിടെ ഞാനൊന്ന് തിരുത്തട്ടെ. എന്താ? ഒറ്റ മിനിറ്റ്, ഒറ്റ വാചകം കൊണ്ട് ഞാൻ തിരുത്താം പെട്ടെന്ന്. അവിടെ 2014 തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് കുറഞ്ഞതല്ല. BJPക്ക് 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ നോമിനേഷൻ പേപ്പറിൽ പ്രശ്നമുള്ളതുകൊണ്ട് ഗുരുവായൂർ മണ്ഡലത്തിലും കണ്ണൂർ മണ്ഡലത്തിലും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. പിന്നെ മുന്നണി സമവാക്യത്തിന്റെ ഭാഗമായി BDJSന്റെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പല മണ്ഡലങ്ങളിലും പരീക്ഷിച്ചു. BJP വോട്ടുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടില്ല. പല സ്ഥലത്തും ഞങ്ങൾ മുന്നണി പരീക്ഷണത്തിന്റെ ഭാഗമായി മറ്റ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഓവറോൾ ചേഞ്ച് ഉണ്ടായതല്ലാതെ വലിയ ഇടിവ് ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ സ്വാഭാവികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. അല്ലാതെ NDAയുടെ വോട്ട് ഷെയറാ പറഞ്ഞു. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടിനും 2 പാറ്റേൺ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വലിയ വോട്ട് 2021 കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഫൈൻ. അപ്പോ ഞാൻ ചോദിക്കുന്നത് ശ്രീ മോഹൻ വർഗീസ്, BJPയെ സംബന്ധിച്ച് ഓക്കെ ഫൈൻ, ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു മൂന്നാം ശക്തി വരണം എന്നുണ്ടെങ്കിൽ അവർ ഡെലിവർ ചെയ്ത് കാണിക്കണം. അപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള കോർപ്പറേഷനാണ്. അപ്പോൾ ജയിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ ജയിച്ച് കാണിക്കുക. അത് തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു. പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇവിടെ ഇപ്പോൾ വിശദീകരിച്ചതുപോലത്തെയുള്ള ഒരു പ്ലാൻ അത് എക്സിക്യൂട്ട് ചെയ്യാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള ഗ്രൗണ്ട് പരിശോധിച്ചാൽ എന്ത് തോന്നുന്നു? നിലവിൽ ആകെയുള്ള BJPക്ക് ഭരണത്തിലെത്താൻ കഴിഞ്ഞത് 2 മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ്, പാലക്കാടും പന്തളവും മുനിസിപ്പാലിറ്റി. ഇവിടെ രണ്ടും ഒരു ഇൻകംബന്റ് എന്ന നിലയിൽ BJP ചെയ്തത് മറ്റേത് രാഷ്ട്രീയ കക്ഷി ചെയ്തതിനേക്കാൾ കൂടുതലോ കുറവോ ആണ് എന്ന് പറയാനാവില്ല. അത് മാത്രമല്ല, ചില പടലപ്പിണക്കങ്ങൾ സ്വാഭാവികമായി ഏത് പാർട്ടിയിലും ഉണ്ടാകാവുന്ന തരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ 2 നഗരസഭയിലും ഉണ്ടായി, BJPക്കുള്ളിലും ഉണ്ടായി. അത് മാറ്റിവെച്ചുകൊണ്ട് ഒരു പ്രതീക്ഷയാണ്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ ഭാരതീയ ജനതാ പാർട്ടി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്ന അത് വളരെ കൃത്യമാണ്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ അതുപോലെ പാർട്ടി അടിസ്ഥാനത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി തന്നെയാണ് തീർച്ചയായും. പക്ഷെ അതുപോലെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. മുൻകാലങ്ങളിലും പാർലമെന്റ് ശ്രീ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന വൻപിച്ച മുന്നേറ്റം ഇപ്പോൾ ഈ 19.89% എൻ്റെ ഓർമ്മ. BJP അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ഷെയർ അത് കൃത്യമാണ്. ശ്രീ ശങ്കുദാസ് പറഞ്ഞ കണക്കുകളും കൃത്യമാണ്. കേരളത്തിലെ 19 മണ്ഡലങ്ങളിൽ അതിൽ 11 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും 8 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനവും BJP നേടി. അത് വലിയൊരു കാര്യമാണ്. അതാണ് ത്രഷ് ഹോൾഡ് എന്ന് പറയുന്നത്, 20% വോട്ട്. ആ 20% വോട്ടിൽ നിന്നും ഒരു 33%ത്തിലേക്കുള്ള പടർന്നാട്ടം അല്ലെങ്കിൽ പടർന്നു കയറ്റം, അതാണ് വിജയപരാജയങ്ങളെ തീരുമാനിക്കുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ അത് കോൺസെൻട്രേറ്റഡ് ആയ ചില ബെൽറ്റുകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റിനുള്ള ഉള്ളിലുള്ള ചില ബെൽറ്റുകളിൽ, അല്ലെങ്കിൽ പാലക്കാട് മണ്ഡലം, അതുമല്ലെങ്കിൽ ഇപ്പോൾ വലിയ പ്രതീക്ഷയുള്ള കായംകുളം നിയമസഭാ സെഗ്മെന്റ്, അതുമല്ലെങ്കിൽ മഞ്ചേശ്വരം, പരമ്പരാഗതമായി BJPക്ക് ശക്തിയുള്ള സുരേന്ദ്രനൊക്കെ നാമമാത്രമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ട മഞ്ചേശ്വരം, ഈ ഭാഗങ്ങളിൽ BJPയുടെ ശക്തി കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഒരു പാൻ കേരള അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇപ്പോഴും BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും 3ാം കക്ഷി തന്നെയാണ്. അതുകൊണ്ട് ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് വരുമ്പോൾ ജയപരാജയങ്ങൾ എന്ന് പറയുന്നത് UDF LDF എന്ന നറേറ്റീവിൽ നിന്നുകൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷേ തദ്ദേശത്തിൽ ഒരു ചില മേഖലകൾ, പ്രത്യേകിച്ച് ചില 4 or 5 നഗരസഭകളെങ്കിലും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഡബിൾ ഡിജിറ്റ് നഗരസഭകൾ കേരളത്തിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് അസാധ്യമായ കാര്യമൊന്നുമല്ല. BJPക്ക് നടുവ് നിവർന്ന് നിൽക്കാൻ സാധിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വളരെ ആർജവത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏതെങ്കിലും കാരണവശാൽ വിജയിക്കാനാവാതെ പോവുകയോ ഒരു 2ാം സ്ഥാനത്ത്, തീരെ പിന്നിലുള്ള 2ാം സ്ഥാനത്ത് ആയി പോവുകയോ ചെയ്താൽ യഥാർത്ഥത്തിൽ ആ സ്ട്രൈക്കിംഗ് എബിലിറ്റിയെക്കുറിച്ച് ഭാവിയിലും സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം, UDFനും LDFനും മാത്രമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന വളരെ പ്രധാനമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, ശബരിമല വിഷയം ഉൾപ്പെടെ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് BJP വിശ്വാസ സംരക്ഷണ ജാഥകൾ നടത്തിയ അതേ ആർജവത്തിൽ എന്തുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേരെ അതിശക്തമായ
തെരുവിലേക്ക് ഇറങ്ങിയില്ല എന്നത് പലരും വളരെ സാഹുതം വീക്ഷിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ മൂർച്ച, ആ ഒരു ഗവൺമെന്റിനെതിരെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് നടത്തിയെന്ന് കരുതപ്പെടുന്ന ആ കൊള്ളക്കെതിരെയുള്ള വലിയ പോരാട്ടം BJP ഏറ്റെടുത്ത് കാണുന്നില്ല എന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അല്ല, അവിടെ ശ്രീ മോഹൻ വർഗീസ് പല BJP നേതാക്കളും പറഞ്ഞത് 2018-19 കാലയളവിൽ ഞങ്ങൾ തെരുവിലിറങ്ങി, ഇലക്ഷനിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടിയത് കോൺഗ്രസിനാണ്. ഞങ്ങൾ ഇറങ്ങിയിട്ട് കോൺഗ്രസ് ജയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പലരും സ്വകാര്യ സംഭാഷണത്തിൽ ഓണറായിട്ടല്ല കേട്ടോ പറയാറുണ്ട്. ഇനി അതാണോ കാരണം എന്നുള്ളത് അറിയില്ല.